ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവേമരിയ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. 2 കൊറിന്ത്യർ 12 അധ്യായം 5 തിരുവചനം. നമ്മുടെ പൗലോസ്ലീഹായുടെ ദൈവിക കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഈ വചനം പങ്കുവയ്ക്കുന്നത്. എൻ്റെ സഹനങ്ങളിലും എൻ്റെ വേദനകളിലുമാണ് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. ഇതാണ് ആ വചനത്തിൻ്റെ തുടക്കം. അതെ, ഈ വചനം നമ്മൾ ഒത്തിരി ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു സ്ത്രീയായിക്ക് ഒരു മുള്ളുണ്ടായിരുന്നു, ആ മുള്ള് പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, എടുത്തു കളഞ്ഞില്ല, പുള്ളി അത് സ്വീകരിച്ചു, അതുമായിട്ട് പുള്ളി അങ്ങ് പോയി. ഇത്രേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷെ അതല്ല. ആ വചനം ഇന്നത്തെ നമ്മുടെ തലമുറയിൽ, ഇന്നത്തെ ജീവിതത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് ഈ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചിച്ചറിയേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ എപ്പോഴും എന്നെ സംബന്ധിച്ച് എന്നിൽ പ്രത്യേകമായി യാതൊന്നും കൂടി കൊണ്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് എനിക്ക് ഈ വചനത്തെക്കുറിച്ച് എന്ത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തരുന്ന മെസ്സേജാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വചനം ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ വിവേചിക്കാനും ചിന്തിക്കാനും മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും മനസ്സിലാക്കി തരുന്നു എന്ന തിരിച്ചറിവിലൂടെ എന്നോട് സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് മുൻ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ മുൻ പഠനങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഗ്രഹസ്ഥമായി എഴുതി പഠിക്കലോ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഞാൻ എന്നോട് എന്ത് പറയണമോ അത് പറയുന്നു. അതിനുള്ളൊരു ഒരുക്കം എന്നിലുണ്ടാവും എപ്പോഴും. ആ ഒരുക്കമാണ് ഞാൻ എന്നും കാണുന്ന പരിശുദ്ധ കുർബാനയുടെ ബലം. അതിനകത്താണ് ഞാൻ എൻ്റെ ഓരോ ടോക്കുകളെയും ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ശക്തിയെല്ലാം ഉൾക്കൊള്ളുന്നതും. അതിൽ നിന്ന് കിട്ടുന്ന തിരിച്ചറിവുകളിൽ ഞാൻ കൊടുക്കേണ്ട ഭാഗങ്ങളെ വ്യക്തമായി സമർപ്പിച്ച് അതിൽ നിന്ന് എനിക്ക് തരുന്ന വെളിപ്പെടുത്തലുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അതാണ് എൻ്റെ ഈ ടോക്കുകൾ എന്ന് പറയുന്നത് മുഴുവൻ. അതാണത്. നിങ്ങൾക്ക് കേൾക്കുവാനൊന്നും അത്ര സുഖം കാണിയല്ല. കാരണം അതിനുള്ള കഴിവുകളോ അറിവുകളോ എന്നുള്ള വ്യക്തിയല്ല ഞാൻ. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്നോട് എന്ത് സംസാരിക്കാൻ പറയുന്നത് അത് സംസാരിക്കാനല്ലാതെ അതിനപ്പുറത്ത് യാതൊന്നും പങ്കുവെച്ച് തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിനുള്ള അറിവോ അല്ലെങ്കിൽ ശാസ്ത്രമോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പൗലോസ്ലീഹ പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ കുറവുകളുടെ മേൽ. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളുടെ ഏത് കുറവുകളുടെ മേലാണ് സന്തോഷം കണ്ടെത്തുന്ന ഓരോ വ്യക്തികളും? നമുക്കൊരു വേദന വന്നാൽ, ഒരു ദുഃഖം വന്നാൽ, ഒരു തകർച്ച വന്നാൽ, ഒരു ക്ഷീണം വന്നാൽ നമ്മൾ ഉടനെ അതിൽ നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്നവരാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വരുന്ന തകർച്ചകളെ മുഴുവൻ മിസ്യൂസ് ചെയ്യപ്പെടുകയാണോ എന്നും കൂടെ ചിന്തിക്കേണ്ട ഒരു വലിയ യാത്രയാണ്. കാരണം നമ്മളൊരു ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഒരു പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അറിയേണ്ട ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷകളൊന്നും എൻ്റെ ഒരു ചിന്താഗതിയിൽ വലിയ പരസ്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ല. മനുഷ്യൻ തന്നെ നല്ലതിനെ തിരഞ്ഞെടുത്തും മനസ്സിലാക്കിയും കണ്ടെത്തിയും ദൈവീകതയിലേക്ക് ആഴത്തിൽ തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യനിൽ തന്നെ കടന്നു വരുന്നതിന് അവൻ്റെ കുറവുകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് അവൻ അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഈ ലോകത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അത് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായിരുന്ന ഈ മുള്ള് പിശാചിനാൽ പീഡിപ്പിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ശക്തമായപ്പോൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞത്, ഇത് തിരിച്ചെടുക്കപ്പെടുന്നതല്ല, നീ ഇതിലൂടെ ആനന്ദം കണ്ടെത്തുന്നതാണ്. മനസ്സിലാകണ്ടോ? കുറവുകളെ പ്രതി, ബലഹീനതയെ പ്രതി, എന്നോടുള്ള അടുപ്പത്തെ പ്രതി, എന്നോടുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ ആഗ്രഹങ്ങളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഇത് സ്വീകരിക്കുന്നതാണ് നല്ലത്, ഇത് നിലനിർത്തുന്നതാണ് നല്ലത് എന്ന തിരിച്ചറിവാണ് പൗലോസ്ലീഹായ്ക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീഴ്ചകളും ബലഹീനതകളും തകർച്ചകളും എല്ലാം നമ്മുടെ നാശങ്ങളുടെ പദ്ധതികളല്ല, നമ്മുടെ നന്മയുടെ പദ്ധതികളാണ്. അത് നന്മയുടെ പദ്ധതികളാകണമെങ്കിൽ നാം ഓരോരുത്തരും സഹനത്തിൻ്റെ വഴികളും കൂടെ ക്രിസ്തീയ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാൻ സ്വയം പ്രാപ്തരാകണം. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടിയോ ദൈവേഷ്ടത്തിന് വേണ്ടിയോ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ തെറ്റായ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയോ ദൈവിക വേലകളെ കച്ചവട വസ്തുവായി ഉപയോഗിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയോ
സഹനത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും എന്തേലും ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ദിവസത്തെ ഭക്ഷണമോ പട്ടിണിയോ ഒക്കെ ആത്മാർത്ഥതയോടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാനും സ്വന്തം കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും കഴിയുന്ന എത്ര പേര് നമ്മളിൽ ഉണ്ട് എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ തകർച്ചയും ഇതാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളോ പ്രയറുകളോ സഹനത്തോടെയുള്ള പ്രാർത്ഥനകളോ ഒന്നുമില്ല. നാവിൽ നിന്ന് എന്തേലുമൊക്കെ പറഞ്ഞ് നാവിൻ്റെ ശക്തിയിൽ, ലോകം തന്ന നാവിൻ്റെ ശക്തിയിൽ നമുക്ക് മനുഷ്യനെ വശീകരിക്കാനും പിടിച്ചിരുത്താനും അവൻ്റെ ബലഹീനതയിലെ കുറവുകൾ കണ്ടെത്തി അതിലൂടെ തന്ത്രം മെനഞ്ഞ് അവനെ കൂട്ടാനും അവനിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കാനും ഒക്കെ കഴിയും. അത് എളുപ്പമാണ്. കാരണം അതൊരു പിശാചിൻ്റെ സാന്നിധ്യമാണ്. പിശാചിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ശക്തമായിട്ട് മനുഷ്യരിൽ ഇടപെടുമെന്ന് ഈ 2 കൊറിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനുണ്ടാകുന്ന പീഡകളിൽ നിന്ന് അവൻ മുതലെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനെ അത്ഭുതമാക്കി മാറ്റുകയാണ്, അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഇതിലൂടെ ഞാൻ നിലനിൽക്കും, ഇതിലൂടെ ഞാൻ ശക്തി പ്രാപിക്കും, ഇതിലൂടെ ഞാൻ ദൈവത്തെ അറിയും, ദൈവിക ഹിതം ഞാൻ കൊടുക്കും, ഞാനിത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ ചോദിച്ചു, നീ തിരിച്ചെടുത്തില്ല. നീ എന്നോട് പറഞ്ഞു എൻ്റെ കൃപ മതി നിനക്കെന്ന്. ആ കൃപ പൗലോസ്ലീഹ കണ്ടെത്തിയത് ഈ മുള്ളിൽ നിന്നാണ് ലാസ്റ്റ്. ആ കൃപയും പൗലോസ്ലീഹ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇതുപോലെ ഉണ്ടാകുന്ന ഏതെങ്കിലും സഹനങ്ങൾ, നമ്മൾക്ക് വേണ്ടി സഹനം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അത് ഏറ്റെടുക്കുന്നതല്ല സഹനം. ആ സഹനത്തിനല്ല ശക്തി. നമുക്ക് ആരോഗ്യവും തൻ്റെ ഇടവും കഴിവും കൃപയും പണവും ഉള്ളപ്പോൾ ദൈവത്തെ പ്രതി, മനുഷ്യകുലത്തെ പ്രതി, സഭയെ പ്രതി, സഭയുടെ നന്മയെ പ്രതി, സഭയിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒഴുകേണ്ട കൃപകളെ പ്രതി ഒക്കെ സ്വയം സഹനം ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ സഹനത്തിൻ്റെ വാല്യൂ ഒരിക്കലും നമ്മൾ തെറ്റായി ജീവിക്കുകയും തെറ്റായ നടപടിക്രമങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ വ്യാപൃതരാകുകയും പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും നേട്ടങ്ങളിൽ മാത്രം കണ്ണുനട്ടി ജീവിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മളിൽ കടന്നു വരുന്ന രോഗാവസ്ഥകളും തകർച്ചകളെയും നമ്മൾ വിട്ടുപോകുന്നില്ലെന്ന് കാണുമ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ പലരും പറയുന്ന ഒരു സഹനമാണെന്ന്. ആ സഹനമായി അത് ഏറ്റെടുക്കുന്നതിൽ അല്ല അതിൻ്റെ പവർ ഇരിക്കുന്നത്. നമുക്ക് ആരോഗ്യവും ആയുസ്സും തൻ്റെ ഇടവും ഒക്കെ ഉള്ളപ്പോൾ യാതൊരു കുറവുകളുമില്ലാത്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി സമൂഹത്തിനും രോഗികൾക്കും തകർന്നവനും കടബാധിതക്കാരനും ഇല്ലായ്മക്കാരനും മരണത്തെ ഫേസ് ചെയ്യുന്നവനും നമ്മളെ നിലനിർത്തുന്ന നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കൂടാരത്തിനും ഒക്കെ വേണ്ടി സ്വയം സഹനം ഏറ്റെടുക്കാൻ ജീവിതത്തിലെ ഒരാഴ്ചകളിൽ ഒരു ദിവസമേലും മാറ്റിവെക്കാൻ ദൈവം തരുന്ന നേട്ടങ്ങളിൽ നിന്ന് അർഹതയുള്ളവനെ കണ്ടെത്തി അർഹതയോടെ കൊടുക്കുവാനും കഴിയുമ്പോൾ അതിലൂടെ നമ്മുടെ പ്രാർത്ഥനകളെയും കുർബാനകളെയും ഒക്കെ നിലനിർത്തി അതിലെ അത്ഭുതം തിരിച്ചറിയുവാനും കഴിയുമ്പോഴാണ് യഥാർത്ഥമായ സഹനം ആരോഗ്യത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം കൂടുതൽ സന്തോഷിക്കുന്നതും സ്വർഗം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതും നമ്മൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുന്നതും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സഹനം ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. കാരണം വന്നു ചേരുന്ന ദുരന്തങ്ങളിലെ സഹനമായി കണ്ടുകൊണ്ട് അതിനെ നമ്മൾ വരുത്തി വെച്ച് സ്വീകരിച്ചിട്ട് പിന്നെ ഞാൻ ആ സഹനം ദൈവത്തെ പ്രതി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിനല്ല അതിൻ്റെ പവർ ഇരിക്കുന്നത്. അതിൻ്റെ പവർ എല്ലാം തികഞ്ഞു നിൽക്കുന്ന സമയത്ത് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സഹനം കയറി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടതേ, ഞാൻ ചോദിക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ശിഷ്യന്മാരുടെ ജീവിതം തന്നെയാണ് മാതൃകയായി എടുക്കേണ്ടത്. നമ്മൾ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു പിന്തിരിപ്പനായി പുറകോട്ട് പോകണമെന്നല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവീകത ഉൾക്കൊള്ളുന്നുണ്ടെന്നും എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവന് ഉതപ്പ് കൊടുക്കില്ലെന്നും ഞാൻ പ്രവർത്തിക്കുന്ന രീതികൾ കണ്ട് മറ്റുള്ളവൻ അതൃപ്തി പറ്റി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ലെന്നും എൻ്റെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് ഒരാത്മാവ് എൻ്റെ ദൈവിക സംരക്ഷണത്തിൽ നിന്ന് പുറത്തു പോവുകയില്ലെന്നുമുള്ള ഉറപ്പോടുകൂടി ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ഹിതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ടും അതിലൂടെ മനുഷ്യന് വ്യക്തമായ മറുപടികളും വെളിപാടുകളും കൊടുത്തുകൊണ്ടും ഒരു ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന മനുഷ്യൻ ഒരിക്കലും പുറന്തള്ളപ്പെടുകയില്ല. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയിൽ വലിയ ഓളങ്ങളോ ജനങ്ങളുടെ വലിയ പ്രളയങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുടെ തള്ളുകളോ അങ്ങനെയുള്ള വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെയുള്ള കൃപകൾ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ അവർക്ക് അവരുടേതായ ദൈവീക കാഴ്ചപ്പാട് കാണും. അതിന് വിഘ്നം സംഭവിക്കുന്നതോ അതിന് തകർച്ച സംഭവിക്കുന്നതായ ഒരു പ്രവൃത്തികളിലേക്ക് ഓവറായി ജനങ്ങളെ കൂട്ടാനോ അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളുടെ പ്രളയം കാണിക്കുവാനോ അത്ഭുതങ്ങളെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൂടെ ജനത്തെ കൂട്ടാനോ അതിൽ നിന്ന് വല്ലോ നേട്ടം ഉണ്ടാക്കാനോ അവർ തയ്യാറായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അത് ചുരുക്കമായിരിക്കും. അവർ വളരെ സൈലൻ്റ് ആയിരിക്കും. അവരുടെ പ്രവൃത്തികളും വളരെ സൈലൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് ജനം എത്താനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം
പിശാചുമായി വലിയൊരു യുദ്ധം ഈ ഭൂമിയിൽ അവർക്കുണ്ടായിരിക്കും എപ്പോഴും. കാരണം പിശാച് എപ്പോഴും അവൻ്റെ തന്ത്രം മെനയുന്നത് വലിയ ആൾക്കൂട്ടത്തിലേക്കായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു വീഴ്ച ഇതിനകത്ത് ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാരണം ദൈവികതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എപ്പോഴും ഒരു ഒതുക്കത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുന്നവനായിരിക്കും. കാരണം അവനിൽ സ്വാർത്ഥതയുടെ ആത്മാവ് കുടികൊള്ളാൻ അവൻ അനുവദിക്കില്ല. സ്വാർത്ഥതയുടെ ആത്മാവ് കുടികൊള്ളുമ്പോഴാണ് ഇതൊത്തിരി പരസ്യങ്ങളും വലിയ വലിയ ഈ ബൂസ്റ്റപ്പുകളും ഒക്കെ ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നു പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല, ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവർ നഷ്ടപ്പെട്ടും പോകും. അങ്ങനെയല്ല ദൈവിക പദ്ധതി. ദൈവിക പദ്ധതി എപ്പോഴും ആഴത്തിലും ദൃഢതയുള്ളതും സൈലന്റ് ആയിട്ട് പോകുന്നതും അതിൽ നിന്ന് ആത്മാവിനെ നേടുന്നതുമായിരിക്കും. അതിങ്ങനെ വാരിക്കൂട്ടുന്ന ഒരു സംഭവമല്ല. അത് ചിലപ്പോൾ 100 പേരിൽ 10 പേരെ സ്വർഗത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ടൈപ്പ് മേഖലയിലുള്ള ശുശ്രൂഷ രീതികളായിരിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്ക് വേണ്ടി അതിന് തിരിച്ചറിവ് തരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, പൗലോസ്ലീഹായുടെ ഈ അവസ്ഥ ഈ പറഞ്ഞ മാതിരി 2 കൊറിന്ത്യർ 12-ാം അധ്യായത്തിലെ 5-ാം വചനം എടുത്ത് നല്ല വിലയിരുത്തി മനസ്സിലാക്കിയാൽ, പൗലോസ്ലീഹായേക്കാളും കൂടുതൽ വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മളാരും, പ്രിയപ്പെട്ടവരെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് വിലയിരുത്തിയാൽ, അദ്ദേഹത്തിന് കിട്ടിയ സഹനങ്ങൾ എന്താണെന്ന് വിലയിരുത്തിയാൽ, ആ സഹനത്തെ അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കിയാൽ, ആ സഹനത്തെ എങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കിയാൽ, ആ സഹനം എന്തിനു വേണ്ടി കൊടുത്തു എന്ന് മനസ്സിലാക്കിയാൽ, എല്ലാ മുള്ളുകളും ദൈവം എടുത്തു മാറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിനും, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മുള്ളുകൾ നമുക്ക് കിടന്നു വരും. ദൈവത്തെ ഒത്തിരി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ ഒന്നിൽ സ്വയമായി മുള്ളുകൾ ഏറ്റെടുക്കേണ്ടവരും, അല്ലെങ്കിൽ ദൈവം തരുന്ന ചില മുള്ളുകൾ ഏറ്റെടുക്കേണ്ടവരും. ഇത് രണ്ടും കൂടെ ഏറ്റെടുത്താൽ മാത്രമേ ഈ ഭൂമിയിൽ ഇവനെ തോപ്പിച്ച് ഇവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ജോലിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് കഴിയില്ല. കാരണം ലോകം ഉള്ള സ്ഥിതിയിൽ തീർച്ചയായും അവൻ്റെ പ്രേരണ വളരെ ശക്തമായിരിക്കും. ദൈവീകത ഉണ്ടെങ്കിൽ അതിനെതിരായി അവൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിരിക്കും. ഇത് മനസ്സിലാക്കിയേ പറ്റൂ മനുഷ്യൻ. ഒരു ക്രിസ്ത്യാനിക്ക്, അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസമുള്ളവൻ കാണുമോ എന്ന് സംശയമാണ്. മനസ്സിലാകണ്ടോ? 100 പേർക്ക് ശുശ്രൂഷ കൊടുക്കുമ്പോൾ അതിൽ ദൈവത്തിന് വേണ്ടി കിട്ടുന്ന 1-2 പേരായിരിക്കും. ആ 2 പേർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ എഫേർട്ട് മുഴുവൻ എടുക്കേണ്ടത്. 2 പേർക്ക് വേണ്ടി. ബാക്കി വരുന്നതൊക്കെ കർത്താവ് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന മാതിരി അടയാളങ്ങൾ കണ്ടിട്ടല്ല അപ്പം തിന്നാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വരുന്നവരാണ്. ആവശ്യം കഴിഞ്ഞ് അവരെ കാണുകയില്ല. അവരവരുടെ ഇഷ്ടത്തിന് പോകും. അവർ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ തന്നെ ജീവിക്കും. പിന്നീട് അവർ ഏതെങ്കിലും തല്ലും അടിയൊക്കെ കിട്ടുമ്പോൾ തിരിച്ചു വരും. അവരെ അല്ല സ്വർഗത്തിന് കിട്ടുന്നത്. സ്വർഗത്തിന് കിട്ടുന്നത് അത്ഭുതത്തിലും ഇല്ലായ്മയിലും തകർച്ചയിലും ദൈവത്തോടുകൂടെ സന്തോഷത്തോടെ തുറന്ന മനസ്സോടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന മനുഷ്യന് മാത്രമേ വീഴ്ചകളിലും തകർച്ചകളിലും ദാരുണമായ അന്ത്യങ്ങളിലും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓരോ വ്യക്തിക്കും തിരിച്ചറിവും അനുഭവജ്ഞാനവും ഉണ്ടാകുന്ന രീതിയിൽ ഈ ലോകത്തിലെ പ്രാർത്ഥന രീതികളും ക്രമീകരണങ്ങളും പ്രവർത്തിക്കണം. ഞാനിപ്പോൾ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളെ നയിക്കുന്നവരാകാം, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാകാം, നമ്മുടെ മുമ്പിൽ നിന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ പ്രഘോഷിക്കുന്നവരാകാം. പക്ഷേ അവർക്ക് പോലും മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ദൈവീക സ്പർശനത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ ഇടപെടലിനെ കുറിച്ചോ ഉള്ള ഉൾക്കാഴ്ച ഉണ്ടാകണമെന്നില്ല. നാവിൻ്റെ ഘോഷത്തിൽ നിന്നും മനസ്സിൻ്റെ ചിന്തയിൽ നിന്നും മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ലാതെ സ്വയം ഇതിൻ്റെ അനുഭവ ശുദ്ധി ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാരണം സ്വയം അനുഭവ ശുദ്ധി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോലും ദൈവിക പ്രവൃത്തിക്കെതിരായി ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കില്ല. ദൈവിക ശുശ്രൂഷകന് ദൈവവും സ്വർഗവും തരുന്ന ചില ഡയറക്ഷനുകളുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിന് തരുന്ന ചില നിലപാടുകളുണ്ട്. അവർ സ്വീകരിക്കേണ്ടതായ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പൂർണ്ണമായി പാലിച്ചിരിക്കണം. അത് പാലിക്കുന്ന ഒരു വ്യക്തിയും മനുഷ്യന്റെ മുമ്പിൽ ലോകത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അവഹേളിക്കപ്പെടുകയില്ല. പക്ഷെ ദൈവിക പദ്ധതികളുടെ വിജയത്തിൽ ചിലപ്പോൾ അവഹേളിക്കപ്പെടാം. അവൻ ദൈവത്തെ കൊടുക്കുന്നവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവഹേളിക്കപ്പെടാം. മാനുഷിക പദ്ധതിയിൽ അവഹേളിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ പാപത്തിന്റെ അവസ്ഥ കടന്നു വരുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് നാം ഓരോരുത്തരുമാണ് പ്രിയപ്പെട്ടവരെ.
തീർച്ചയായും അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കടന്നു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആത്മാവിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയും, അല്ലെങ്കിൽ ആത്മാവിൽ കിട്ടുന്ന ശുശ്രൂഷകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയും അതിൻ്റെ അർത്ഥത്തിലും ആഴത്തിലുമാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയോ തള്ളപ്പെട്ടു പോവുകയോ വലിച്ചു കീറപ്പെടുകയോ ഈ ഭൂമിയിൽ ചെയ്യില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാവ് എന്താണെന്നും ആത്മാവിലുള്ള സംസാരങ്ങൾ എന്താണെന്നും ആത്മാവിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സന്ദേശം കൊടുക്കേണ്ടതെന്നും മനസ്സിലാക്കുന്നതിൽ സ്വയം നമ്മൾ പരാജയപ്പെടുന്നതായിരിക്കാം പലപ്പോഴും പല ശുശ്രൂഷാ മേഖലകളിലും പല പ്രാർത്ഥനാ മേഖലകളിലും മനുഷ്യന് പറ്റുന്ന പരാജയം. കാരണം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതല്ലാതെ സ്വയം അതിൽ നിന്ന് അതിൻ്റെ ശക്തി ഉൾക്കൊള്ളാനോ തിരിച്ചറിയുവാനോ ഉള്ള കൃപ ഇവരിൽ നിന്ന് ഒന്നിൽ നഷ്ടപ്പെട്ടു പോയിരിക്കാം, അല്ലെങ്കിൽ അവരിൽ ആ കൃപ നിലനിൽക്കുന്നില്ലായിരിക്കാം. ഒരിക്കൽ പോലും ആത്മാവിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശവും ഒരണുവേട വ്യത്യാസം വരില്ല. ഒരു മനുഷ്യനെക്കുറിച്ചോ ഒരു ജീവിതത്തെക്കുറിച്ചോ ആത്മാവ് സംസാരിച്ചാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോഴല്ല എങ്കിലും അതിൻ്റെ കാലദൈർഘ്യം വരെ കാണിച്ചു തരും. തീർച്ചയായും അത് നടന്നിരിക്കും, ഒരു വ്യത്യാസവുമില്ല. ചിലപ്പോൾ അതിനൊരു കാലദൈർഘ്യം കൊടുക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ആ സമയം വരെ ആ മനുഷ്യന് തിരിച്ചു വരാനോ അല്ലെങ്കിൽ ആ സമൂഹത്തിന് തിരിച്ചു വരാനോ ഉള്ള സമയമാണ്. അതിനുശേഷവും അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും ഈ സന്ദേശം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ആ അനുഭവം അവർ തീർച്ചയായും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതിനൊന്നും യാതൊരു വ്യത്യാസവുമില്ല. തെറ്റായ സന്ദേശങ്ങളും തെറ്റായ മാർഗനിർദ്ദേശങ്ങളും കിട്ടുകയും അത് ജീവിതത്തിൽ ഗുണകരമല്ലാതെ പരാജയമാകുകയും ചെയ്താൽ ഓർത്തുകൊള്ളുക, അവിടെ ദൈവിക പ്രവൃത്തിയേക്കാൾ ഉപരി അവൻ്റെ പ്രവൃത്തികൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിർദ്ദേശത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ വചനം വായിച്ചു നോക്കാനും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രമിക്കാനും ഗ്രഹിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള ചില വചനങ്ങൾ മാത്രം മതി ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിക്ക് നിലനിൽക്കാൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനത്തെ ഉൾക്കൊള്ളണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. ഈശോ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്നവരെ.